കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അബിയുടെ അരിയിലേക്ക് ജലജ വരുവാണ്. ജലജ വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറയണം. എന്തെങ്കിലും അടുത്ത പ്ലാൻ പദ്ധതിയൊക്കെ നടത്തിയാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ലെന്ന് പറയണം. അല്ലമ്മേ, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? അവൾമാരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറയണം. എടാ മോനെ, അതിനുള്ള വഴിയെ ഞാൻ പറയണേ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ഈ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആദർശം അറിയുന്നുണ്ടെന്ന്. എന്താമ്മ അങ്ങനെ പറയാൻ കാരണം? അല്ല, ആ ജ്വല്ലറിയിലെ കാര്യം തന്നെ നീ ഒന്ന് എടുത്തു നോക്കിയേ. നീ അല്ലേ പറഞ്ഞേ നീ അവളുടെ ബാഗിനകത്ത് കൊണ്ടുപോയി അത് ഒളിപ്പിച്ചു വെച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ക്യാമറ കേടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അവൻ ആ കാര്യങ്ങളൊക്കെ അറിയണേ? അപ്പൊ അതിനർത്ഥം അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് അവനതൊക്കെ അറിയുമെന്ന് ചോദിക്കാം. ഒരു പക്ഷെങ്കിൽ ഇത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നയനയായിരിക്കും പിന്നീട് ബാഗിനകത്തുനിന്ന് എടുത്ത് അത് മാറ്റി വെച്ചെന്ന് പറയാം. എന്തൊക്കെയാണേലും ഒരു കാര്യം ഉറപ്പാമേ, ഇപ്പൊ അവള് ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ ആ ജ്വല്ലറി ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന നിപ്പ്? എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ലടാ മോനെ. ഓ എന്റെ ദൈവമേ, അവളുടെ നിപ്പ് കാണായിരുന്നു. സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. ഒരു പക്ഷേങ്കില് ആ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ? ഇപ്പം ആദർശിന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അതെങ്ങനെയാ നീ ഒരുത്തിനെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നു അബിയെന്ന് പറയുന്നവള്? അവൾ എന്ന് വലതുകാലം വെച്ച് ഈ വീട്ടിൽ കയറിയോ അന്ന് തുടങ്ങിയതാ നിന്റെ എന്റെയൊക്കെ കഷ്ടകാലം എന്ന് പറയാ. അവളുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു കോടീശ്വര പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ മൂർത്തി ജ്വല്ലറിയുടെ MD കസാരിൽ ഇപ്പൊ നിനക്കിരിക്കായിരുന്നു പറയാണ്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലാമേ. എടാ, ഇനി നമ്മൾ ചെയ്യുന്ന പ്ലാനുകളും പദ്ധതികളും ഒന്നും പൊളിയല്ല. ഇപ്പൊ തന്നെ അവൾ അങ്ങ് സ്റ്റാർ ആയി കഴിഞ്ഞു. നിനക്ക് കുറച്ച് വരയ്ക്കാനറിയാന്നിട്ട് വല്ല കാര്യമുണ്ടോ? മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ആളായിട്ട് അവള് വന്നോണ്ടിരിക്കുക. മെയിൻ ഡിസൈനർ ആയിട്ടോ. നീയോ വെറും ഒരു സ്റ്റാഫ് മാത്ര. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്റ്റാഫ് എന്നുള്ള കസേരയും കൂടെ തെറിക്കൂന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അതെന്നോട് അങ്ങേര് പറഞ്ഞായിരുന്നു ആദർശം. ഇനി ഇങ്ങനെ എന്തെങ്കിലും തരികിടപ്പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ കമ്പനി പോലും കാണത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അപ്പൊ ആദർശിന് മനസ്സിലായ നീ ആ ചെയ്തേന്ന്? എന്നെ കുറെ ചോദ്യം ചെയ്തു, ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ എങ്കിൽ ആദർശാണെന്നറിയാൻ കള്ളലും കപ്പലിൽ തന്നെയാന്ന്. അയാൾ എന്നെ വിളിച്ച് ചോദ്യം ചോദിച്ചപ്പം ഞാൻ എന്റെ മുഖത്തെ പരിഭ്രമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു പറയണം. അതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ, അത് പൂർത്തിയായി. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മിക്കവാറും നിന്നെ ഈ കമ്പനിയിൽ നിന്ന് തന്നെ അടിച്ചു ഓടിക്കുമെന്ന് പറയണം. വേറെന്തെങ്കിലും ജോലി നോക്കി വെച്ചോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാന്ന് പറയാണ്, ജോലിയും കൂലിയും ഇല്ലാതെ. ഇത് കേട്ടതും അബി പറഞ്ഞു, അങ്ങനെ അങ്ങ് വെറുതെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലമ്മേ. അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറ, നമുക്കത് വർക്കാക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി നോക്കേണ്ടതായിട്ട് വരും എന്ന് പറയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി എടുത്തടിച്ചൊരു തീരുമാനം ഒന്നും എടുക്കണ്ട. ആ അനാമികയെ അവളുടെ വീട്ടുകാരും എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ട് ഒന്നും നടക്കുന്നില്ല. ഇപ്പം ആദർശിനിട്ട് പണി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപാധി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നയനയാണ്. നയന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാകുന്ന പറയാം. അത് ശരിയാ, പക്ഷെ അവളെ അത്ര പെട്ടെന്ന് അടിച്ചിറക്കി വിടാനൊന്ന് പറ്റുന്ന കാര്യമാണെന്ന് തോന്നില്ല. എന്തൊക്കെ പണികൾ നമ്മൾ ചെയ്തമ്മേ, എന്നിട്ട് വല്ല വ്യത്യാസം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ദേവേന്റെ അടുത്തേക്ക് ആദർശ് വരുവാണ്. ആദർശ് വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എതിര് പറയില്ലെന്ന് പറയണം. എന്താണ് മോനെ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ മറ്റൊന്നുമല്ല, അമ്മ തന്നെ ഈ അടുക്കള കിടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഓ, അതിനകത്തൊന്നും വലിയ കഥയില്ല അമ്മേ. അമ്മയുടെ സർജറി ചെയ്തിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ എന്ന് പറയണം. അമ്മ ഇങ്ങനെ ഈ നേരം വെളുക്കുന്നോടം മുതൽ രാത്രി വരെ അടുക്കള കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മീനാക്ഷി ചേച്ചിനെ വിളിക്കാന്ന് പറയണം. എന്തിനാ മീനാക്ഷി? അവളെ ഒന്നും വിളിക്കണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മീനാക്ഷി ചേച്ചിയല്ലേ, ചേച്ചിനെ വിളിക്കാം. ചേച്ചി വരട്ടെ. ചേച്ചി വരുവാണെങ്കിൽ അമ്മേനെ സഹായിക്കാൻ ആളാവുമല്ലോ. പിന്നെ നയനയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കളയിൽ കിടന്ന് അമ്മ തന്നെ ജോലി ചെയ്യണ്ടേ? പിന്നെ അപ്പച്ചിയുടെ കാര്യം ഇളയമ്മയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അവരൊക്കെ കേറിയാലായി, കേറിയില്ലെങ്കിലായെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അതിന്റെ കാര്യമൊന്നും ഇല്ല മോനെന്ന് പറയണ. അതറിയാം, ഞാൻ വിളിച്ചോളാം. അമ്മയ്ക്ക് വിളിക്കാൻ മടിയാണേ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് പറയണം. അമ്മ തന്നെ പറഞ്ഞു വിട്ടത്, അന്ന് അവരെ പറഞ്ഞു വിടാതിരിക്കുമായിരുന്നെങ്കിലോ? ഇത് കേട്ട് ഇനിയിപ്പോ ദേവേന് പറഞ്ഞു, ഓ, അവരെ പറഞ്ഞു വിടാതിരുന്നാ മതിയായിരുന്നു, ഇപ്പൊ തോന്നുന്നുണ്ട്. അതുകൊണ്ടായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിന്റെ ഭാര്യ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നു പറയണം. ഇത് കേട്ടും ആദർശ് പറഞ്ഞു, അല്ല, അമ്മയ്ക്ക് മീനാക്ഷി ചേച്ചി വന്നാൽ മീനാക്ഷി ചേച്ചിന് വിശ്വാസമല്ലേ? അവളുണ്ട്, പിന്നെ കുഴപ്പമില്ലാന്ന് പറയണം. ഞാൻ വിളിക്കാന്ന് പറയണം. അങ്ങനെ ആദർശം മീനാക്ഷിനെ വിളിച്ച് സെറ്റ് ചെയ്യുകയാണ് വീട്ടിലേക്ക് വരാനായിട്ട്, വീണ്ടും ജോലിക്ക് വരാനായിട്ട്. ആദ്യം മീനാക്ഷിക്ക് ഒരു മടിയുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ടാണ് മുമ്പത്തെ പോലെ ദേവേനെ ഇനി കറുത്ത മുഖം കാണിക്കുവോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുവാന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആദർശം പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാരണം ചേച്ചിനെ ആരും പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. ഇപ്പം ജോലി ചെയ്യുന്നിടത്തുനിന്ന് പറഞ്ഞിട്ട് പോരാൻ പറയണം. കുറെ കാലം ഇവിടെ ജോലി ചെയ്താ, അതിനുശേഷം ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ വീട്ടിൽ ജോലിക്ക് കയറിയായിരുന്നു. അവിടുത്തെ ജോലി കളഞ്ഞിട്ട് പോരെ, മുമ്പത്തെക്കാളും കൂടുതൽ ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഓഫർ ചെയ്യുവാണ്.
പിന്നീട് നയന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആദർശ് നയനയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. മീനാക്ഷി ചേച്ചി വിളിച്ച കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു അത് നല്ല കാര്യമാണെന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ മീനാക്ഷി ചേച്ചി വരുവാണെങ്കിൽ അമ്മയ്ക്ക് ഒരാശ്വാസവും പാവം അമ്മ അടുക്കള കിടന്ന് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയണം. ഈ സമയം ആദർശ് പറഞ്ഞു നീ തന്നെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ആർക്കും കണ്ടില്ലായിരുന്നില്ല കാണാനായിട്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ തന്നെയല്ലേ ഇവിടെയുള്ള എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് ശരിയാ ആദർശേട്ടാ എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ. ഞാൻ ചെറുപ്പം അല്ലേ, അമ്മയുടെ പ്രായം ഏറിയേറി വരുമല്ലേ നിൽക്കും. അത് ശരിയാ, അതുകൊണ്ട് തന്നെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് സഹിക്കാൻ വയ്യാതെയാ ഞാൻ വിളിച്ചെന്ന് പറയാണ്. പിന്നീട് ആദർശ് എന്നോട് പറഞ്ഞു അതെ ഇപ്പൊ നീ അങ്ങോട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുവെന്ന് പറയണേ. എന്ത് അല്ല ആ ജൂലറിയുടെ പരസ്യമൊക്കെ ടി വിക്കകത്ത് കാണിച്ചപ്പോൾ എത്ര പേര് എന്നെ വിളിച്ച് അഭിനന്ദിച്ചതെന്ന് അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നയനോട് പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല ആദർശേട്ടെന്ന് പറയാം. പിന്നെ അതൊന്നും അല്ല, എനിക്കറിയാം അന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഒരുങ്ങി നിൽക്കണമെന്ന്. എന്തായാലും കാണാൻ നല്ല ലുക്കും ഉണ്ടായിരുന്നു, ഒരു മോഡലിനെ പോലെ ഉണ്ടായിരുന്നു പറയാം. പിന്നെ എപ്പോ ആദർശേട്ടെന്ന് പറയണ പിന്നെ എന്റെ ഭാര്യനെ കാണാനായിട്ട് നല്ല ഭംഗിയാ, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിപ്പോ പുറത്താരും പറയുക പോലും വേണ്ട, എനിക്കറിയാന്ന് പറയണ. ഇത് കേട്ടപ്പോഴത്തേനും നയനയ്ക്കൊരു നാണമൊക്കെ വന്നു. ഈ സമയം ആദർശ് പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ജൂവലറി കേരളത്തിന്റെ നമ്പർ 1 ആവും പറയണം. അല്ലെങ്കിലും ഇപ്പൊ തന്നെ അതെ ഈ വിഷുവിന് എന്തായാലും നല്ല കളക്ഷൻ തന്നെ ഉണ്ടാവും പറയാം. നീയല്ലേ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളൊക്കെ അല്ലേ പുറത്തിറക്കണേ. മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് നിന്നെ ജൂവലറിയിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു അത് ശരിയാ, മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ കാര്യമാണ് ഞാൻ പോകുന്നതിനോട്. പക്ഷെ ഇവിടെ വേറെ പലർക്കും ഇഷ്ടമില്ലെന്ന് പറയാ. അതെന്തിനാ നീ അവരുടെ കാര്യമൊക്കെ നോക്കുന്നേ? നീ നിന്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരെ. പോരാത്തൻ അമ്മ പോയിക്കൊള്ളാനും പറഞ്ഞു. പിന്നെ എന്താ കുഴപ്പം? അമ്മയാണെങ്കിൽ ഇപ്പം ഒരു കാര്യം കൂടെ ചെയ്തിരിക്കുന്നു, മീനാക്ഷി ചേച്ചിനെ ജോലിക്ക് വിളിച്ചേക്കുന്നു. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ ഒരു കുഴപ്പം വേണ്ട, അതുകൊണ്ട് ഇനി ആ പേടിയും വേണ്ടെന്ന് പറയണം. നിനക്ക് ധൈര്യമായിട്ട് വരാന്ന് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അനാമിക എന്ന് പറയുന്നവളെ സൂക്ഷിക്കണമെന്ന് പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ എന്തൊക്കെയോ പൊടികൾ കലക്കി തന്ന് നമ്മുടെ വയറ് കിടാക്കാൻ നോക്കിയതാ. പക്ഷെ ചക്കിനെ വെച്ചത് കൊക്കിനെ ഉണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയാ. അവർക്ക് തന്നെ പണി കിട്ടി. പക്ഷെങ്കിൽ എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല. കാരണം അവളെ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണമെന്ന് പറയണം. അതിന് പറഞ്ഞു അത് ശരിയാ ആദർശേട്ടാ, അവള് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. അവളുടെ ഉള്ളിൽ ഇപ്പോഴും അസൂയം കുശുമ്പോളൂ. എങ്ങനെയെങ്കിലും എന്നെ എന്റെ ചേച്ചീനെയും കൂടെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്ന് അവളുടെ മനസ്സിൽ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് അവള് പഠിച്ച പണി വന്നിട്ട് നോക്കിന്ന് പറയാണ്. പിന്നീട് ആദർശ് പറഞ്ഞു എന്നാലും ആ മെസ്സേജ് അയച്ച ആരായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് നിന്റെ ഫോണിലേക്ക്. അത് ശരിയാ, അന്നൊരു പക്ഷേങ്കിൽ ആ മാല എങ്ങാനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാണം കെട്ട് പോയില്ലായിരുന്നു ചോദിക്കോ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറയണ. അത് അഭിയ അതിന്റെ പുറകിൽ നിന്ന് അറിയാലോ. ഇനി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. അതുകൊണ്ട് ഒത്തിരി സൂക്ഷിക്കണം. ജൂവലറിയിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് ശത്രുക്കൾ കൂടുതൽ ഉള്ളതാ. വീട്ടിലാണെങ്കിലും ശരി. അതുകൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചിരിക്കണമെങ്കിൽ നല്ല തൻ്റെടം വേണം, ധൈര്യവും വേണം. പിന്നെ എപ്പോഴും നല്ല നമ്മളെ ജാഗരൂകരായിരിക്കണം എന്നൊക്കെ പറയണം. പിന്നീട് ആദർശം നയനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേനും ദേവന് ഫുഡൊക്കെ എടുത്തു വെക്കണം. അപ്പൊ നയന പറഞ്ഞു ഞാനും കൂടെ കൂടാന്ന് പറയണം. വേണ്ട വേണ്ട, നീ കൂടൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാന്ന് പറയണം. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നോക്കിയപ്പോൾ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെയാ. പിന്നീട് ആദർശന് വിളമ്പി കൊടുത്തിട്ട് കഴിക്കടാ മോനെ എന്നൊക്കെ പറയണം. പിന്നീട് നയനയ്ക്ക് കൊടുത്തപ്പോൾ നയന മതി എന്ന് പറഞ്ഞു. ഓ അതിപ്പോ എന്താ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കില്ലേ, കറികളൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കണേ. അതുകൊണ്ടൊന്നും അല്ല മതിയായതുകൊണ്ടാ. പിന്നെ അങ്ങനെ ദേവേനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നയനെ എതിർത്തൊന്നും പറഞ്ഞില്ല. കുറച്ചുകൂടി ഒഴിച്ചോട്ടെ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് വിഷമമായെങ്കിലോ എന്ന് കരുതിയിട്ട് അനങ്ങാതിരിക്കുകയാണ്. കറിയെ കൂട്ടിയിട്ട് ആദർശ് പറഞ്ഞു കൊള്ളാമേ, ഓരോ ദിവസം അമ്മ വെറൈറ്റി ആയിരിക്കും ഉണ്ടാക്കുന്നേ. ഇതൊക്കെ അമ്മ ഈ റെസിപ്പിയൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടാക്കി കണ്ടിട്ടില്ലോ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചെന്ന് ചോദിക്കും. ഓ അതിനിപ്പോൾ എന്താ, ഞാൻ ഈ യൂട്യൂബിനകത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ എന്ന് പറയാം. നാളെ മുതൽ അമ്മയ്ക്ക് കഷ്ടപ്പെടേണ്ട വരത്തില്ല. ഇനിയിപ്പം മീനാക്ഷി ചേച്ചി ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ആരൊക്കെ വന്നാലും വന്നില്ലേലും ശരി, എൻ്റെതായ ജോലികളൊക്കെ ഞാൻ എന്തായാലും ചെയ്യും. അടുക്കളയില് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഞാനായിരിക്കും എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം വേലക്കാരി മീനാക്ഷി വരുവാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് സന്തോഷമായി. നയന ഓടിച്ചെന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് വീട്ടിലത്തെ. പിന്നീട് മീനാക്ഷി പറഞ്ഞു ഇവിടുത്തെ ജോലി പോയതുകൊണ്ട് ഞാൻ വേറൊരു വീട്ടിൽ ജോലിക്ക് കയറിയായിരുന്നു പറയണം. അവിടുന്ന് പിന്നെ ആദർശ് മോൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. മോൾക്ക് സുഖമല്ലെന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയണം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നാലും ഞാൻ അറിയുന്നൊക്കെ ഉണ്ടായിരുന്നു പറയണം. ദേവേനച്ചിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞെന്ന് പറയണം. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. അനാമീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി അങ്ങോട്ട് വന്ന് അനാമീനെ പരിചയപ്പെടുത്തുകയാണ്. മീനാക്ഷി ഇതിവിടുത്തെ അനിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞത്. അനാമയ്ക്ക് ഒരു പുച്ഛഭാവമായിരുന്നു മുഖത്ത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് മനസ്സിലായി ഇവളാള് തൻ്റെടിയാണല്ലോ തരികിടയാണല്ലോ എന്നുള്ള കാര്യം. ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നയനമോളെ പോലെ അല്ല ഇവളെന്നുള്ള കാര്യം
അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് ദേവേനെ പറഞ്ഞു, ബാ അടുക്കളയിലേക്ക് വാ, ജോലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ ദേവേനയും മീനാക്ഷിയും കൂടെ ജോലികളൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് നയന അടുക്കളയിലേക്ക് വന്നു. നയന വന്നിട്ട് പറഞ്ഞു, ഞാനോട് സഹായിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേന പറഞ്ഞു, വേണ്ട വേണ്ട, നീ സഹായിക്കൊന്നും വേണ്ട, എവിടെയെങ്കിലും പോയി ഇരുന്നാ മതി, കഴിക്കാൻ വിളിച്ചു കഴിയുമ്പോൾ മാത്രം വന്ന് കൈ കഴിയൊന്ന് ഇരുന്ന് തന്നാ മാത്രം മതി എന്ന് പറയണം. നീ സഹായിച്ചിട്ട് ഇനി ഫുഡിനകത്ത് എന്തെങ്കിലും കൊണ്ട് കലക്കി വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് പറ്റില്ല, ഞാനേ മരണത്തിൽ നിന്ന് കരകയറി വന്നോളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അയ്യോ നയനമോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ദേവേനീച്ചി എന്ന് പറയണം. അത് നീയാണോ തീരുമാനിക്കുന്നേ? ഇവള് കലക്കിയതുകൊണ്ടാന്ന് പറയണം. ഈ സമയം നയന പറഞ്ഞു, പറയുന്നവര് പറഞ്ഞോട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നേ? ഇത് കേട്ട് ദേവേന പറഞ്ഞു, നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി, അവൾ എനിക്ക് കരള് പാത്ത് കളി തന്നുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ ജീവിക്കുന്നേ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പണ്ടേ മണ്ണിനടിയിൽ പോയാനെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് നയനയെ ഉളുകണ്ണിട്ട് നോക്കണം. നയനയ്ക്ക് സന്തോഷമായത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങനെയെങ്കിലും തന്നോടെ കുറിച്ച് സ്നേഹത്തോടൊരു വാക്ക് പറയുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ നയനയുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം കട്ടക്കലിപ്പോടുകൂടി അനാമിക മുറിയിലിരിക്കുക. എന്തേലും ചെയ്തേ മതിയാവുള്ളൂ, അവളുമാർ ഇവിടുന്ന് അടിച്ചോടിക്കണം, അല്ലെങ്കിൽ മിക്കവാറും ജ്വല്ലറിയിലും വീട്ടിലും എല്ലാം അവള് ഹീറോ ആയിട്ട് മാറി. പോരാത്തന് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. ഇത് പാടില്ല, എന്തേലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ, എന്തെങ്കിലും തത്നം ഒപ്പിക്കണം എന്നൊക്കെ കരുതിയിട്ട് അനാമിക ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.